2000 കൊല്ലം മുമ്പ് ഈസാ നബി അലൈഹി സ്വലാം ബൈബിളിൽ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുക. നിന്നെപ്പോലെ, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്, അളവുകോൽ അവിടെയാണ്. നിനക്കത് ആവശ്യമുണ്ടെങ്കിൽ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നു അതുപോലെ തിരിച്ച് പെരുമാറുക. യാക്കോബ് അപ്പസ്തോലൻ്റെ ഒരു ലേഖനമുണ്ട് അവസാനം ബൈബിളിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ. കൃത്യമായി അദ്ദേഹം പറയുന്നു, കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും കാണപ്പെടുന്ന സഹോദരനെ ദേഷിക്കുകയും അവൻ്റെ കാര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാതെ അവൻ്റെ ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്നവനുമൊക്കെ കള്ളനാകുന്നു. ഒരാളുടെ കള്ളൻ എന്നതിൻ്റെ ഡെഫിനിഷൻ യേശു സമ്പ്രദായം, യേശു മാർഗം പറയുന്നത് അതാണ്. യേശുവിൻ്റെ അപ്പസ്തോലന്മാരത് പറയുന്നത് അങ്ങനെയാണ്. സ്നേഹമില്ല എങ്കിൽ നിങ്ങൾ മുഴങ്ങുന്ന ചേമ്പലയോ കൈത്താളമോ ഒക്കെ ആകുന്നു എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. വിത്തൗട്ട് ലവ് യു ആർ നത്തിങ്. ഈ സ്നേഹത്തിൻ്റെ പ്രഫുല്ലമാണ് നമ്മളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണിക്കേണ്ടത്, കാണുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു അത്ഭുതമുണ്ടല്ലോ, എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് എ വണ്ടർ, ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു വല്ലാത്തൊരു ഒരു ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട്. യേശു രണ്ടാമതും വരുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം രണ്ടാമതും വാനമേഘങ്ങളിൽ വരുമെന്ന് മുസ്ലിങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ജഡ്ജ്മെൻ്റ് നടത്തുമെന്നും രണ്ട് മതങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈസാ നബിയുടെ വരവുമായി ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ലോകത്തിലുള്ളവരെ രണ്ടാക്കി വിഭജിക്കും. ഇടത്ത് നിൽക്കുന്നവർ ഒരു ഭാഗവും വലത് നിൽക്കുന്നവർ ഒരു ഭാഗവും. ഇടതു ഭാഗത്ത് നിൽക്കുന്നവരോട് അവൻ കൽപ്പിക്കും, നിങ്ങളെനിക്ക് വിശന്നു ഭക്ഷണം തന്നില്ല, നിങ്ങളെനിക്ക് ദാഹിച്ചതായി കണ്ടു, നിങ്ങളെനിക്ക് വെള്ളം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. അവർ ചോദിച്ചു, ഇതൊക്കെ എപ്പോൾ? താടിയും മുടിയും വെച്ച് ഗ്ലോഹയൊക്കെ ഇട്ട ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല ബുദ്ധിമുട്ടിൽ. അതുകൊണ്ട് തന്നെ നിൻ്റെ മുഖച്ഛായുള്ളവരെയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞങ്ങളെങ്ങനെ തിരിച്ചറിയും നീ വന്നു എന്നത്? ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നു എന്തെന്നാ ഉറപ്പ്? അപ്പോൾ പറയുന്നൊരു വാചകമാണ്, whatsoever you do to the least of my brothers and sisters that you do unto me. ഈ എളിയ സഹോദരി സഹോദരന്മാർക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചെയ്യാതിരുന്നപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നിട്ടുള്ളത്. ഈ വലതു ഭാഗത്തുള്ളവരോട് പറയും, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് വെള്ളം തന്നു, എനിക്ക് ഭക്ഷണമില്ലായിരുന്നു, നിങ്ങളെനിക്ക് ആഹാരം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, എന്നെ വന്ന് കണ്ട് ആശ്വസിപ്പിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവരും ചോദിക്കും, ഞങ്ങളിങ്ങനെയുള്ളൊരു ഫിഗറിന്, യേശു എന്ന് പറയുന്ന ഒരു ഫിഗറിന് ഞങ്ങളിതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോഴും അദ്ദേഹം പറയുന്നത്, whatsoever you do to the least of my brothers and sisters that you do unto me. അത് നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് അവരോട് പറയും, പിതാവിൻ്റെ മഹത്വത്തിലേക്ക്, പിന്നെ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ചയൊക്കെയാണ്. അപ്പോൾ മറ്റുള്ളവർ ഒന്നുകൂടി പറഞ്ഞു നോക്കും, ഞങ്ങൾ നിൻ്റെ പേരിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണ് കാണാത്തവർക്ക് കണ്ണ് കൊടുത്തു, മൂക്ക് കേൾക്കാനില്ലാത്തവർക്ക് മൂക്ക് കൊടുത്തു, ചെവി കേൾക്കാത്തവന് ചെവിട് കൊടുത്തു, ഊമയെ സംസാരിപ്പിച്ചു, പള്ളി പണിതു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യും അവർ ചെയ്ത അത്ഭുതങ്ങൾ. നിൻ്റെ നാമത്തിൽ ഞങ്ങളിതൊക്കെ ചെയ്തില്ലേ? ആ പറയുന്ന ലാസ്റ്റ് വാചകം എന്നെ എപ്പോഴും ഷെയ്ക്ക് ചെയ്യുക. എപ്പോഴും എനിക്കത് കേൾക്കുമ്പോൾ ഒരു വിറയലാണ്. യേശുവിൻ്റെ വാചകം കടമെടുത്ത് പറയുകയാണെങ്കിൽ, ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ ചെയ്തിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് അവസാനം പറയാം, ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞു ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു സ്കോപ്പുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരൻ അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവികമായ തിയോളജി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില രീതികൾ ഇങ്ങനെയാണ്, അറുത്ത് മുറിച്ചങ്ങ് പറഞ്ഞു കളയും. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അങ്ങനെയല്ല അച്ഛാ അതിൻ്റെ കറക്റ്റ് വാക്ക്. ഐ ഹാവ് നെവർ നോൺ യു. ഒരിക്കലും ഞാൻ അതായത് എല്ലാം അറിയുന്ന ദൈവഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഒരു നാൾ. നിങ്ങൾ ഈ ചെയ്ത അത്ഭുതങ്ങളും ചെകിടന് കേട്ടതും മരിച്ചവൻ ഉയർത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് യേശു സമ്പ്രദായത്തിലുള്ള യേശുവിൻ്റെ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ചാരിറ്റി പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ സഹായം. എന്നിട്ട് മനോഹരമായി നല്ല സമരിയാക്കാരൻ്റെ ഉപമയും പറഞ്ഞ് ആരാണ് തൻ്റെ അയൽക്കാരൻ എന്നതിൻ്റെ അതിന് വിശദീകരണം എന്നോണം അദ്ദേഹം ഒരു ഉപമ പറഞ്ഞുകൊണ്ട് അത് നിർത്തുകയാണ് ചെയ്തത്. ഉപമ വലിയൊരു ഉപമയായതുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. എങ്കിലും അവർ വിചാരിച്ചവരല്ല ആ കഥയിലെ നല്ല അയൽക്കാരനായി വർത്തിച്ചത്.
അതേ മതത്തിൽപ്പെട്ട പുരോഹിതനോ അതേ മതത്തിൽപ്പെട്ട കപ്യാരി പണിയെടുക്കുന്നവനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ലേവ്യനോ പുരോഹിതനോ അവരൊന്നുമല്ല യേശു പറഞ്ഞുകൊടുത്തുള്ള അയൽക്കാരൻ. സമരിയാക്കാര ദേശത്ത് വിജാതീയനായ ഒരുത്തൻ അവിടെ കയറി ആ മുറിവേറ്റവനെ ശുശ്രൂഷിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഹിലിമത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തവനെയാണ് യഥാർത്ഥ അയൽക്കാരനായി യേശു അവിടെ കൊണ്ടുവരുന്നത്. അവിടെ ജാതിയും തമ്മിൽ ബന്ധുത്വമില്ലാത്തവനും ശത്രുതയുള്ളവനുമായുള്ള മറ്റൊരു സമൂഹത്തിലൊരാൾ ചെയ്തതിനെയാണ് യേശു അവിടെ പറഞ്ഞത് എന്നതിൻ്റെ സോഷ്യൽ ഡൈനാമിസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. ഇനി ഇതേ കഥ തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹദീസിൽ പക്ഷേ അവസാന ദിവസമായ അന്ത്യദിനത്തിൽ ന്യായം വിധിക്കാൻ വരുന്നത് അല്ലാഹു തആല തന്നെയാണ്. അദ്ദേഹം ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട്. എനിക്ക് ദാഹിച്ചപ്പോഴും വിശന്നപ്പോഴും നഗ്നനായിരുന്നപ്പോഴും ഒന്നും എനിക്ക് നിങ്ങൾ തന്നില്ലല്ലോ, എനിക്ക് തന്നല്ലോ എന്നൊരു കൂട്ടരും. അങ്ങനെ യമി എന്ന വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം അത് സംസ്കൃതമാണ്, പക്ഷേ അറബിയിലുണ്ട് യമി എന്നുള്ള വാക്ക്. വലതുവശത്ത് നിൽക്കുന്നവൻ എന്നൊക്കെയാണ്, വലതുവശത്തിൻ്റെ ആൾക്കാർ എന്നൊക്കെയാണ് അർത്ഥം. യമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇവിടെ ഇവരോടൊക്കെ ചോദിച്ചാൽ ഉസ്താദ് തലയാട്ടുന്നുണ്ട്. അപ്പം ഞാനും എൻ്റെ പേരിൽ കൊണ്ട് രണ്ടർത്ഥത്തിൽ, സംസ്കൃതത്തിൽ അതിനൊരർത്ഥമുണ്ട്. ഞാനും ഈ യമീയുടെ ഭാഗത്ത് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ ഹദീസിലാണ് ആ വാക്ക് യമി എന്നുള്ള വാക്കുള്ളത്. ആ വലതുവശത്ത് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാകണേ എന്നായിരിക്കണം നമ്മുടെയൊക്കെ. അതിന് തൗഫീക്കും ഹിദായത്തും ഒക്കെ ഉണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനാണ് ദൈവമേ ആ നല്ലവരുടെ കൂട്ടത്തിൽ സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗത്തിൽ ചരിച്ചവരുടെ മാർഗത്തിലെ ഞങ്ങളാക്കണമേ എന്ന സൂക്ഷ്മതയാണ് ഓരോ ഇസ്ലാം വിശ്വാസിയും എത്ര പ്രാവശ്യമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമസ്കരിക്കുമ്പോൾ എത്ര പ്രാവശ്യം നമ്മളത് ചൊല്ലുന്നുണ്ട്. പിഴച്ചവരുടെയും ദൈവകോപത്തിന് ഇരയായവരുടെയും മാർഗത്തിലല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഹിദായത്ത് തൗഫീക്ക് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ ഈ പറയുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായേ പറ്റൂ. അത് ഹദീസിലെ വിഷയം. ഇനി ഖുറാനിലേക്ക് വരികയാണെങ്കിലോ അൽ മൗൻ സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, നമസ്കരിക്കുന്നവർക്ക് ശാപം. എങ്ങനെയത്? കൃത്യമായ നേരത്തെ പറഞ്ഞ പോലെ പരിപൂർണ്ണ ഹൃദയത്തോടും പരിപൂർണ്ണ ആത്മാവോടും പരിപൂർണ്ണ മനസ്സോടും കൂടി നമസ്കാര കർമ്മത്തിൽ ഏർപ്പെട്ടില്ല എങ്കിൽ അവന് ശാപമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നമസ്കാര സമയത്താണ് മനസ്സൊന്ന് ഫ്രീ ആകുന്നത്. ആ സമയത്താണ് ഇല്ലാത്ത എല്ലാ ചിന്തകളും കയറി വരുന്നത്. ഇന്നിപ്പോൾ രാവിലെ എന്തോ ഭാര്യ എന്തോ ചായപ്പൊടിയോ പഞ്ചാരി എന്തോ പറഞ്ഞു, രണ്ടും അങ്ങോട്ട് ഓർമ്മയില്ല. ചായപ്പൊടിയാണെന്ന് ഓർമ്മയില്ല, പഞ്ചാരയാണെന്ന് ഓർമ്മയില്ല. സൂറത്ത് അവിടെ അങ്ങനെ ഓതുന്നുണ്ടാവും. അല്ലെങ്കിൽ കോഴിക്കോട് അടച്ചിട്ടില്ല, പഠിച്ചോനെ ഈസാ ബാങ്ക് കൊടുക്കുകയും ചെയ്ത് കുറുക്കം വരേണ്ട സമയമാണ്, എനിക്കൊരു ഓർമ്മ കിട്ടണില്ലല്ലോ. അപ്പോഴാണ് എല്ലാ ഓർമ്മകളും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത്. ദൈവം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഓർക്കും. നാളത്തെ കച്ചവടപ്പം എങ്ങനെയാവും? ഇന്നിപ്പോൾ തക്കാളിക്ക് 10 നാളെ 15 ആകുമോ? ഇന്നെ കുറച്ച് മേടിക്കായിരുന്നു, ഏതായാലും ഇത് കഴിഞ്ഞിട്ട് തന്നെ മേടിക്കണം, മറക്കല്ലേ അല്ലാതെ മറന്ന് ബാക്കിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ശാപമെന്ന് പറയുകയും അൽ മാരിജ് സൂറത്തിൽ അൽ മാരിജ് എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. അതിൽ പറയുന്നത് നമസ്കരിക്കുന്നവരുടെ ലക്ഷണമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നമസ്കരിക്കുന്നവൻ്റെ ലക്ഷണം, അതായത് നമസ്കരിക്കുക എന്ന വാക്കല്ല, നിസ്കാരം നിലനിർത്തുന്നവൻ്റെ. ഈ നമസ്കരിക്കലും നമസ്കാരം നിലനിർത്തലും തമ്മിൽ എന്താ വ്യത്യാസം? ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളം കിണർ കുഴിച്ചതിന് ശേഷം വെള്ളം നിലനിർത്തുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വെള്ളം കണ്ടു എന്ന് പറഞ്ഞാൽ അത് മൂടിയിട്ട് പോരൂല, അത് നിലനിൽക്കണം. ഏത് വേനൽക്കാലത്തും കുറച്ച് മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളം അതിൽ നിലനിൽക്കാൻ തക്കവണ്ണം വീണ്ടും താഴ്ത്തും. അത് നിലനിർത്തി ഒരാൾ 2 ആൾ 3 ആൾ പൊക്കം വെള്ളം ആ ഉറവ തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം വെള്ളം നിലനിന്നു എന്നുള്ളതാണ്. ഇതേ ആശയമാണ് നമസ്കാരം നിലനിർത്തുന്നവർ. അവർ വെറുതെ നമസ്കരിച്ചു എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. അതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി ഞാനൊക്കെ വായിച്ചിട്ടുള്ളതാട്ടോ. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദ് ഒന്നും കൂടി നിങ്ങൾക്ക് തിരുത്തി തരും, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച പറഞ്ഞു തരും. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. മിസ്കീനായിട്ടുള്ളവരെയും മഹ്റൂമിങ്ങളെയും തിരിച്ചറിയുക എന്നാണ് ആയത്തിൽ 2 വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മിസ്കീൻ ആൻഡ് മഹ്റൂം. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ഇല്ലാത്തവൻ. ആ ഇല്ലാത്തവൻ ഒരുപാട് ആനുകൂല്യം കൊടുത്തിട്ടുള്ളൊരു മതമാണ് ഇസ്ലാം.
അങ്ങോട്ട് കയറി ചെന്ന് ചോദിക്കാം. ഞാനൊരു പാവപ്പെട്ടവനാണെന്നും എനിക്ക് മറ്റ് മാർഗങ്ങളില്ലെന്നും എനിക്ക് ഉറപ്പായാൽ എനിക്കൊരു മുതലാളിയോട് പോയി ചോദിക്കാം. ദാ ഞാൻ ചെന്ന് വിശ്രമിച്ച മുതലാളിയുണ്ട് ഇവിടെ, ബിജു സാറിൻ്റെ വീട്ടിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് ചോദിക്കാം, നിങ്ങളുടെ സക്കാത്തിന് എനിക്ക് അർഹത ഉണ്ട്, തരാൻ പറ്റുമോ എന്ന്. അത് ഇസ്ലാം കൊടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ്. മറ്റൊരു മതവും കൊടുക്കാത്ത ഒരു പ്രത്യേക എക്കണോമിക്കൽ രീതിയാണ്. ആവശ്യക്കാരന് കയറി ചെന്ന് എൻ്റെ അവകാശം തായോ എന്ന് പറയാനുള്ള ഒരു ഡൈനാമിസം അത് വേറെ. മറ്റവരൊക്കെ കൊടുക്കുന്നവൻ്റെ കാരുണ്യത്തിലാണ് ആശ്രയിക്കുന്നത്. ഇത് വാങ്ങുന്നവൻ്റെ അവകാശത്തിന്മേലാണ് സക്കാത്ത് നിലനിർത്തുന്നത്. അതുകൊണ്ട് മിസ്കീന് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോളും. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞ മഹ്റൂമുകളുണ്ടല്ലോ, മഹ്റൂമീങ്ങൾ, ഹറാമാക്കപ്പെടുക എന്ന വാക്കിൻ്റെ മറ്റൊരു രൂപമാണ് മഹ്റൂം. എന്ത് ഹറാമാക്കപ്പെട്ടവൻ? ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. നീ അത് ഈ ജന്മത്തിൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞത് നല്ല അർത്ഥത്തിലാണ്. കാരണം അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽപ്പെട്ട് അവൻ ഇഹവും പരവും നഷ്ടപ്പെടാതിരിക്കാൻ ദൈവം തന്നെ ചിലവർക്ക് സമ്പത്ത് ഹറാമാക്കി കൊടുക്കും. ആ കൂട്ടത്തിലൊക്കെ പെട്ടാൽ ഞാനിട്ടോ. കാരണം ഈ ഒരു വിധാനത്തിൽ ജീവിക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു 2 നേരത്തെ കുറച്ച് എന്താണ് പച്ചക്കറി തിന്നണം. അതിനൊന്നും ഇത്ര വലിയ സമ്പാദിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ മനസ്സിലായി എന്തിനാപ്പത്. ആ സമ്പത്ത് ദൈവം ഹറാമാക്കപ്പെട്ടൊരു സമയമുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അല്ല കേട്ടോ, മഹ്റൂമിനെ സംബന്ധിച്ചായി പറയുന്നു. അങ്ങനെയുള്ളവർ എങ്ങനെയാണ് ജീവിക്കുക പിന്നീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും അവരുടെ ദൈന്യത മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടപ്പെടില്ല, അത് ചർച്ച ചെയ്യില്ല. അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലെങ്കിലും ഭാര്യയ്ക്കും മക്കൾക്കും പട്ടിണിയാണെങ്കിലും അവൻ ചോദിക്കില്ല. ഇത് അവകാശമായി ഞാനൊരു മിസ്കീനാണെന്ന ബോധത്തിൽ ചെന്ന് ആരോടും ചോദിക്കില്ല. കണ്ടറിഞ്ഞ് ദൈവം തന്നെ അതിനുള്ള പരിഹാരം മറ്റുള്ളവരിലൂടെ ചെയ്തു കഴിഞ്ഞാൽ അവനത് വാങ്ങും. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് മഹ്റൂമികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഈ എന്തുകൊണ്ടാണ് ഈ ഖുർആൻ ആയത്ത് അവിടെ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാവരും ഭക്ഷണം കഴിച്ച പോലെയൊക്കെ കാണിക്കും. അതേപോലെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ അവൻ്റെ വീട്ടിൽ നിന്നും പുക ഉയരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സഹാബികൾ എന്ത് വിചാരിക്കും? ആ സഹാബീൻ്റെ വീട്ടിൽ എന്തോ ഉണ്ടാക്കുന്നുണ്ട്, പുകയൊക്കെ പോകുന്നുണ്ടോടി, കുറച്ച് പുകയൊക്കെ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വെറുതെ വെള്ളം തിളപ്പിക്കുകയോ അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ച് പുകയ്ക്കുകയായിരിക്കും. ഒന്നുമില്ല, അടുപ്പത്ത് വെക്കാൻ പച്ചവെള്ളം പോലും ഉണ്ടാവില്ല. എന്നിരുന്നാലും അവൻ ആരോടും ചോദിക്കില്ല. അവൻ ദൈവത്തിൽ ഭരമേൽപ്പിച്ചവനാണ്. ദൈവമേ, എനിക്കിത് നിഷേധിച്ചത് നീയാണെങ്കിൽ നീ തന്നെയാണ് ഇതിനൊരു പരിഹാരം ചെയ്യേണ്ടത് എന്ന ബോധത്തിൽ നിൽക്കുന്നവനാ. അങ്ങനെയുള്ളവൻ പോയി ഇറക്കൂല, ചോദിക്കൂല. അല്ലെങ്കിൽ അവന് ചോദിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാനുള്ള മനസ്സവനുണ്ടാവില്ല. അങ്ങനെയുള്ളവരെ മനസ്സിലാക്കുന്നത് നമസ്കാരം നിലനിർത്തുന്നവനാണ്. അതാണ് നമസ്കാരം നിലനിർത്തിയവൻ്റെ ലക്ഷണം. സക്കാത്ത് കൊടുക്കാൻ ഞാൻ പറയുന്നത് ഇവിടെ സക്കാത്ത് കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞു. ഇസ്ലാമിക് എക്കണോമിക്സിൻ്റെ ചില മൈക്രോ മാനേജ്മെൻറ്റ് കണ്ട് ഞാനൊക്കെ പലപ്പോഴും അന്തം വിട്ടുപോയിട്ടുണ്ട്. പല രീതിയിലും അതൊന്നും ഇനിയും പഠിക്കപ്പെട്ടിട്ടില്ല. പല യൂണിവേഴ്സിറ്റികളും ഞാനതിന് പ്രബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. അൽ-അസർ യൂണിവേഴ്സിറ്റി വരെ ഞാൻ പോയിട്ടുണ്ട്. ഇസ്ലാമിക് എക്കണോമിക്കുമായി ഇനിയും പല നല്ല കാര്യങ്ങൾ ഇനിയും പഠന വിഷയമാക്കിയിട്ടില്ല. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെ 4 പാടുമുള്ള തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറുമുള്ള 4 ദിക്ക് എടുക്കുകയാണെങ്കിൽ 40 വീടുകളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഉണ്ടെന്നാണ് പല പണ്ഡിതന്മാരും ഞാൻ ഓർമ്മപ്പെടുത്തിയത്. നമ്മളെയൊക്കെ ചില വിമർശകരായിട്ടുള്ളവർ പറഞ്ഞു അങ്ങനത്തെ ഒരു ഹദീസേ ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞൊരു 4 വീട് നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ 40 വേണ്ട. 4 വീടുകൾ നമുക്ക് തെക്കും വടക്കും ചുറ്റും 4 വീട് നമ്മുടെ ഒരു മുസ്ലിമിന് ചുറ്റും 4 വീടുകളുടെ സുസ്ഥിതി അവൻ ഏറ്റെടുത്താൽ ഈ കേരളത്തിൽ റേഷൻ സംവിധാനം വിതരണം വേണ്ട. കേന്ദ്രത്തിൻ്റെയും വേണ്ട, കേരളത്തിൻ്റെയും വേണ്ട. അവനാരും പട്ടിണി കിടന്ന് മരിക്കൂല. അവരാരുടെയും മക്കൾ പഠിക്കാതിരിക്കൂല. എഡ്യൂക്കേഷന് വേണ്ടി നമുക്ക് കൊടുക്കാനായി സാധിക്കും. ഓരോ ഇസ്ലാമിൻ്റെയും അത് എത്രത്തോളം മൈക്രോ ലെവൽ മാനേജ്മെൻറ്റാണ് ഇക്കണോമിക്സിൻ്റെ. പക്ഷെ ഇങ്ങനെയൊന്നുള്ളൊരു പ്രൊജക്റ്റ് ഇന്ന് വരെ ഒരു യൂണിവേഴ്സിറ്റികളിലും ഒരു സ്ഥലത്തും പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെപ്പോലുള്ള പുറമേ നിൽക്കുന്നവരിൽ നിന്നുള്ള വിഷമം. സക്കാത്ത് കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ ഈ ലെവലിലേക്ക് മാനേജ് ചെയ്യാനോ? മഹ്റൂമിനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ നമസ്കാരം കഴിഞ്ഞ് ഒരാളെ കാണുമ്പോൾ
അവൻ്റെ ഉള്ളിൽ അള്ളാഹ് വജൂദായി അവൻ്റെ കണ്ണിലൂടെയും അവൻ്റെ നമസ്കാരം കൊണ്ട് ശുദ്ധമാക്കപ്പെട്ട ബോധത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനും അവൻ്റെ കണ്ണിലൂടെ ആവശ്യമുള്ള മഹ്റൂമിനെ തിരിച്ചറിയുകയും ചെയ്യുന്ന വലിയൊരു സൈക്കോ സോഷ്യൽ ഡൈനാമിസം ഉണ്ട് ഇവിടെ. ഒരു സൈക്കോ സോഷ്യൽ ഡൈനാമിസം. അതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്യുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ വിഷമം. അങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒപ്പം നിന്ന് സുജൂദ് ചെയ്തവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവൻ്റെ ഉള്ളിൻ്റെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചതിലും അപ്പുറം ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധനായി ജീവിക്കുന്ന ഈ വ്യക്തിക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തോന്നി അവന് വേണ്ടുന്നത് അവനെ നിരീക്ഷിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പാരമ്പര്യം. ഇത് ഉമ്മർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തുമൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്നു. അതുകൊണ്ടാണ് രാത്രിയിൽ തലമുണ്ടിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തലയിൽ മുണ്ട് വലിച്ച് പുതപ്പ് വലിച്ച് ഇട്ടിട്ട് ഓരോ വീടിൻ്റെ പരിസരത്തും പോയി എന്താണ് ആ വീട്ടിൽ വല്ലതും തിന്നാനുണ്ടോ, കുട്ടികൾ കരയുന്നുണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ എന്നതിൻ്റെ കണക്കെടുക്കുന്ന ഭരണാധികാരി. ഇന്നത്തെ ഭരണാധികാരിയൊക്കെ ഏത് വീടിൻ്റെ അപ്പുറം പോയാൽ അതൊക്കെ നിൽക്കുന്നത്, പോയാൽ വേറെ വല്ല ഉദ്ദേശത്തിനായിരിക്കും. അങ്ങനെയുള്ളവരുടെ കഥകളാണ് നമ്മുടെയൊക്കെ മതങ്ങളിൽ കൂടുതലുമുള്ളത്. എന്നിട്ട് സ്വന്തം വീട്ടിൽ ചെലവിന് വെച്ചിരിക്കുന്ന എണ്ണയും ഒലിവെണ്ണയും മാവും മറ്റു കാര്യങ്ങളുമൊക്കെ സ്വന്തം തലയിൽ ചുമടെടുത്ത് കൊണ്ടുപോയി കൊടുത്ത ഖലീഫമാർ എത്രയുണ്ടായിരുന്നു നമുക്ക്. അത് ഏറ്റാൻ വന്നു കഴിഞ്ഞാൽ ഭൃത്യനോട് പറഞ്ഞു, ഇത് നിൻ്റെ കടമയല്ല, ഇത് എൻ്റെ കടമയാണ്. എൻ്റെ നാട്ടിലൊരു ഒരുത്തൻ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ തലയിലേറ്റിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. അത്രത്തോളം വിനയം. ആ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തലയിൽ ചുമന്നു കൊണ്ട് പോകുന്ന സൂക്ഷ്മതയുടെ പേരാണ് ഇസ്ലാം. അതായിരിക്കണം ഇസ്ലാം. ആർക്കെങ്കിലും എന്നോട് വിയോജിക്കാനുണ്ടോ? എന്നെ കേൾക്കുന്ന ഏത് മതത്തിലുള്ളവരും എന്നോട് പറയും, ഇതിനെയാണ് ഞാൻ ഇസ്ലാം എന്ന് പറയുന്നത്. അത്രത്തോളം നിന്നോ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉമർ പറഞ്ഞു എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ടൈബ്രീസ് നദിയുടെ തീരത്ത് ഏതെങ്കിലും ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ മുതൽ അങ്ങ് പ്രധാനമന്ത്രി വരെയുള്ള എത്ര പേർക്കറിയാം? ഈ അർത്ഥത്തിലാണ് അവിടെയൊക്കെ മാതൃകാപരമായ പൊളിറ്റിക്സ്. അതായത് ഒരു കഴുത ഭക്ഷണം കിട്ടാതെ കരഞ്ഞാൽ മതി, ഞാൻ രാജിവെക്കുന്നു. ഇതിലുണ്ടോ പറയാൻ? അവനവൻ്റെ വാർഡിൽ കിടന്ന് മരിച്ചവരുടെ എണ്ണം അറിയാതെ പട്ടിണി കൊണ്ട് മരിച്ചവരുടെ എണ്ണം കൂടുന്ന കാലം. നമ്മുടെയൊക്കെ മൊത്തമായ ചില രീതികൾ കൊണ്ട് കേരളത്തിലൊക്കെ വളരെ കുറവാണെന്ന് കരുതിക്കോളി. പക്ഷേ ഇപ്പോഴും തമിഴ്നാട്ടിലും പല നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലും ഇപ്പോഴും ഇതുണ്ട്. ഒരു നേരം തന്നെ എങ്ങനെ ഭക്ഷണം ഇപ്പോഴും കൊടുക്കുമെന്നറിയാത്ത ആളുകൾ ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലില്ലാന്നുണ്ട്. ഇതൊന്നും ഇപ്പോൾ ഏതോ നൂറ്റാണ്ടിലെ കഥയില്ലെന്ന് പറഞ്ഞു. ഇന്ന് എൻ്റെ കൂടെ ആന്ധ്രയിലൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുന്ന വണ്ടിയിൽ കയറണം. കാളകളില്ലാഞ്ഞിട്ട് അമ്മയെയും ഭാര്യയെയും നുകം വെച്ചുകൊണ്ട് ഉഴുന്ന കർഷകനെ ഞാൻ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ട്. കാളകളില്ല, ആടുകളില്ല, പിന്നെ ഇത് നില ഉഴണ്ടേ, ട്രാക്ടറും ഇല്ല. പിന്നെ ആകെ വീട്ടിലുള്ളത് തള്ളയും ഭാര്യയാണ്. രണ്ടാളെയും രണ്ട് പോത്തിനെ പോലെ കാളയെ പോലെ നിർത്തി മകനോ ഭർത്താവോ ഇങ്ങനെ ഉഴുതുണ്ടാക്കുന്ന മാമുമാണ് നമ്മളൊക്കെ ഉണ്ണുന്നത്. എന്നിട്ട് തിരിച്ച് നമുക്കൊന്നും ഉത്തരവാദിത്തം ഉണ്ടാവാൻ പാടില്ലേ? ഇത് പറയാത്ത മതമാണോ? ഇത്രയും ഡൈനാമിസം ഉൾക്കൊള്ളുന്നതാണ് ചാരിറ്റി. ഇനി ഹിന്ദു മതത്തിലേക്ക് വന്നാലോ, ജനസേവ, ജനാർദ്ദന സേവ, മാനവസേവ എന്ന് പറയുന്നതാണ് മാധവസേവ. നരസേവ തന്നെയാണ് നാരായണ സേവ. ജീവസേവ തന്നെയാണ് ശിവസേവ എന്ന് പറയുന്ന എത്രയെത്രയോ ശ്ലോകങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഈ ലോകം മുഴുവൻ ഒരു നീഢമാണ്, ഒരു കിളിക്കൂടാണ് എന്ന് പറയുന്ന അധ്യായങ്ങളുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കിളിക്കൂട്ടിൽ എങ്ങനെയാണോ അതിലെ കുട്ടികളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നത്, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തമുള്ളവരാണെന്നാണ് എൻ്റെ അർത്ഥം. ഉദാരചരിതാനാം തു വസുദൈവ കുടുംബകം. ഉദാരചരിതന്മാർക്ക് ഉദാരചരിതനായിരിക്കണം, അല്ലാത്തവനെ കുറിച്ചുകൂടെ പറയുന്നത്. അവനിതൊന്നും ബോധം ഉണ്ടാവില്ല. മതത്തിലൂടെ ഉദാര മനസ്സിനെ നേടിയവൻ, മതത്തിലൂടെ തൻ്റെ കൽബിനെ മാറ്റിയെടുത്തവൻ,
മത അനുഷ്ഠാനങ്ങളിലൂടെ തൻ്റെ മനസ്സിൻ്റെ ഉദാരതയിലേക്ക് മനസ്സിനെ ഉയർത്തിയവന് ഈ ലോകം വസുദൈവ കുടുംബം, ഒരൊറ്റ കുടുംബമാണ്. ഈ ഈ ഭൂമിയിലുള്ളവർ എല്ലാവരും ഒരൊറ്റ കുടുംബമാണ്. ഒറ്റ കുടുംബത്തിലുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ചാരിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കും. സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 62-ാമത്തെ ആയത്ത്, അൽ മായിദ സൂറത്തുൽ ഉബിദ് 59 പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം റിപ്പിറ്റേഷൻ. അവിടെ ഒരു അവസാനം 1-2 വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റിയെന്നേ ഉള്ളൂ. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്വാമീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹീൻ ഫലാഹും അജ്റഹും മിൻ റബ്ബിഹിം ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. ലാ ഖൗഫുൻ, ഒരു പേടിയും വേണ്ട. വലാ യഹ്സനൂൻ, അവന് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. എങ്ങനെയുള്ളവർ? ഇന്നല്ലദീന ആമനൂൻ, മുഅ്മിനീങ്ങളാകട്ടെ, വിശ്വസിച്ചവരാകട്ടെ, സത്യത്തിൽ വിശ്വസിച്ചവരാകട്ടെ, അറബി പ്രവാചകനിൽ വിശ്വസിച്ചവരാകട്ടെ. വല്ലദീന ഹാദു, യഹൂദൻ എന്ന യഹൂദ ദീൻ എന്നപ്പെട്ടവരാവട്ടെ, യഹൂദനാവട്ടെ എന്നർത്ഥം. നസാറ, നസ്രാണി ആകട്ടെ. സ്വാബിയീന, സാബിയന്മാരിൽപ്പെട്ടവനാകട്ടെ. എന്താ സ്വാബിയൻ എന്ന് പറഞ്ഞാൽ? അന്നത്തെ കാലത്ത് ഇതിലൊന്നും പെടാതെ കുറച്ച് അൽക്കുലത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരും അവിടുത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയണ പോലെ അവിടുത്തെ ഇങ്ങനെ ഇതിലൊന്നും പെടാതെ നിൽക്കുന്ന അതിൻ്റെ ആദിമ ഗോത്ര സമൂഹത്തിൽപ്പെട്ടവർ. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ പറയുകയാണെങ്കിൽ ഇന്നപ്പോലത്തെ അൽക്കുലത്തൊക്കെ അതിൽ പെടുന്നു കുട്ടിക്കോൾ. ആര് തന്നെയും ആകട്ടെ, എന്താണ്? 2 കാര്യങ്ങൾ. ദൈവത്തിൽ വിശ്വസിക്കുകയും ഇതിനൊക്കെ ഒരു ജഡ്ജ്മെൻ്റ് ആഹറുണ്ടെന്ന് വിശ്വസിക്കുക. അത് വളരെ എളുപ്പമാണ്. ദൈവത്തിൽ വിശ്വസിക്കാനുള്ള അത്ര എളുപ്പം സത്യത്തിൽ യാതൊന്നിലും ഇല്ല എന്നുള്ളതാണ്. കാണൊന്നും വേണ്ടല്ലോ ഇപ്പോൾ വിശ്വസിക്കുക. അപ്പോൾ കാറ്റിനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത്. കാറ്റ് അനുഭവിച്ചുകൊണ്ടല്ലേ. ദൈവത്തിന് അനുഭവിച്ചാൽ എന്ത് എളുപ്പം മനസ്സിലാക്കാൻ. കറണ്ടിനെ ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടാണല്ലോ വിശ്വസിക്കുന്നത്, അതോ അനുഭവിച്ചിട്ടോ? ഈ വെളിച്ചമൊന്നുമില്ലല്ലോ കറണ്ട് ഉള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം മാത്രമാണ്. കറണ്ട് എപ്പോഴും വെളിച്ചം മാത്രമൊന്നുമല്ല, ഇവിടെ സൗണ്ടുമാണ്. ആ കളറല്ല ഈ കളറ്. അതുകൊണ്ട് അതാണ് കറണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കറണ്ട് ഉണ്ട്. അഥവാ ആരെങ്കിലും അനുഭവിച്ചാൽ പിന്നെ വഫാത്താവും എന്നുള്ളത് ഉറപ്പല്ലേ. കറണ്ട് എങ്ങാനും അനുഭവിക്കാൻ വേണ്ടി പിടിച്ചാൽ അതിലും എത്ര വലിയ കറണ്ടാ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികളിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഖിറിൽ വിശ്വസിക്കാനും വളരെ എളുപ്പമാണ്. കാരണം എന്താ? തുടങ്ങിയാൽ അവസാനിക്കും. ഏതാണ് തുടങ്ങിയിട്ട് അവസാനിക്കാതിരിക്കുന്നത്? ദൈവം ഒഴിച്ച് ബാക്കിയൊക്കെ തുടങ്ങിയാൽ അവസാനിക്കും. ദൈവത്തിന് തുടക്കവും ഒടുക്കവും ഇല്ല. ബാക്കിയുള്ളതിനെല്ലാം തുടക്കവും ഒടുക്കവും ഉണ്ട്. അപ്പം അത് വലിയ വിശ്വാസമൊന്നും അല്ലത്. ദൈവത്തിൽ വിശ്വസിക്കുക, ആഖിറിൽ വിശ്വസിക്കുക. കണ്ടോ, ദൈവത്തെ മേലെ പറഞ്ഞു. ഇനി അടുത്തതാണ് അമില്ല സ്വാലിഹീൻ, സ്വാലിഹായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. പ്രവർത്തികൾ നന്നായിട്ട് കാര്യമില്ല, നല്ല പ്രവർത്തികളായിട്ടും കാര്യമില്ല. അത് സ്വാലിഹായിരിക്കണം, സ്വീകരിക്കപ്പെടുന്ന നല്ല പ്രവർത്തികളായിരിക്കും. കള്ള് മേടിച്ചു കൊടുക്കുന്നത്, വിറച്ച് നിൽക്കുന്നവന് കള്ള് മേടിച്ചു കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കൂലി കിട്ടൂല. സ്വർഗത്തിൽ ഇഹത്തിലും പരത്തിലും കൂലിയില്ല. മറ്റ് പല തോന്നിവാസങ്ങൾക്കും ഇവിടെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കള്ള് വിൽക്കാനും കഞ്ചാവ് വിൽക്കാനും എന്ന് വേണ്ട ഒരുപാട് കാര്യത്തിന് വേണ്ടി ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ സഹായം ചെയ്ത് കൊടുക്കല. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അമില സ്വാലിഹായിട്ടുള്ള അമലുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് ഫലഹും അജ്റഹും മിൻ റബ്ബിഹിം, റബ്ബിൽ നിന്ന് നിശ്ചയമായും അവന് പ്രതിഫലമുണ്ട്. ലാ ഖൗഫുൻ അലൈഹിം, അവൻ ഒരു തരത്തിലും പേടിക്കണ്ട. ആ പേടിയിലും ഇല്ലായ്മയും ഉറപ്പിലൊക്കെയാണ് ഞങ്ങളൊക്കെ ജീവിച്ചു പോണത്. കാരണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ഇങ്ങനെ ചെയ്യുന്നിടത്ത് പോയി അതിന് നന്മകൾ ഓതുകയും ചെയ്യുന്നവരാണ് എന്നെപ്പോലുള്ളവർ. കഴിയാവുന്ന രീതിയിൽ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ ചെയ്യാതെ സൂക്ഷ്മതയോടുകൂടി മഹ്റൂമിനെ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇങ്ങനെയുള്ളവരേ അവസാനം വരെ വിജയം നേടും. അവൻ ലജ്ജിക്കേണ്ടി വരില്ല.